ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മട്ടൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 സവാള വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ സവാള വറുത്തെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അതിന് ശേഷം മട്ടനൊന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കുക്കറിലിട്ടിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മട്ടന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊരിച്ച് വെച്ച സവാളയില്ലേ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു 2 തക്കാളി അരിഞ്ഞതും അത് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ 1 ടേബിൾ സ്പൂണ് പച്ചമുളക് പേസ്റ്റും അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പോളം തൈരും പിന്നെ ആവശ്യത്തിന് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് 1 കപ്പോളം തേങ്ങാപ്പാൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. പിന്നെ ഇതിലേക്ക് തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട, തേങ്ങാപ്പാലുണ്ടല്ലോ അപ്പോൾ അതന്നെ മതിയാവും വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനൊരു 6 വിസിലിട്ടെടുത്തിട്ട് വേവിച്ചിട്ട് എടുക്കലാണ്. അപ്പം വേവിച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ച് ഇതിൽ വെള്ളം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിത് ഒന്നുകൂടി ഒന്ന് പിന്നെ തിളപ്പിച്ചിട്ട് കുറച്ച് വറ്റിച്ചിട്ടെടുത്ത് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഗ്രേവി ഞാൻ മാറ്റിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര ഗ്രേവി മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. അപ്പോൾ ഇനി വേണ്ടത് ബിരിയാണിക്ക് വേണ്ട നെയ്ച്ചോറ് ഞാൻ റെഡിയാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഡാൽഡ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പിന്നെ സവാള അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കലാണ്. പിന്നെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പിന് 1.5 കപ്പ് ആ രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ തനിമ റൈസാണ് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുക. പട്ട, ഏലക്ക, ഗ്രാമ്പൂ അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങ കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ച അരി അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ബാക്കി ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചോറൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി. ഇനി ഇതൊന്ന് ദം ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന് കുക്കറിലാണ് ദം ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ നേരത്തെ വേവിച്ചിട്ട് വെച്ച അതേ കുക്കറിൽ തന്നെ പകുതി ലെയർ ഫസ്റ്റ് ചോറൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ മസാലയിലെ ഗ്രേവി അതൊന്ന് ഇതിലേക്ക് പകുതി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വറുത്ത് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ചോറെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ബാക്കിയുള്ള മസാലയും അണ്ടിപ്പരിപ്പ് മുന്തിരി അതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്കറിൻ്റെ മൂടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ദം ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഞാനിതൊന്ന് ദം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ നമ്മുടെ കുക്കറിൽ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു, കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye bye.